ഇതാണ് നമ്മളിന്ന് റെൻഡർ ചെയ്യാൻ പോകുന്ന മോഡൽ. ഇവിടെ നിങ്ങൾക്ക് ബ്ലൂ കളറിൽ കാണാൻ പറ്റുന്നത് ചെറിയൊരു വാട്ടർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതാണ്. നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടു കാണും ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന്. സോ ഞാനിപ്പോൾ ക്യാമറ മോഡിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിതിന് D5ലേക്ക് കൊണ്ടുപോകാം. ന്യൂ പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പം 3D ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ബ്ലാക്ക് കാണാൻ പറ്റും. നമ്മുടെ ക്യാമറ കുറച്ചു ഗ്രൗണ്ട് ലെവലിനെക്കാട്ട് അടിയിൽ വന്നതുകൊണ്ടാണ്. സോ നമുക്ക് ആദ്യം ടെറൈൻ ഒന്ന് ഡിലീറ്റ് ആക്കാം. ദെൻ ഓട്ടോ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഫ്ലൈ മോഡിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ വാട്ടർ കൊടുത്തത് ഇവിടെ വൈറ്റ് കളറാണ് വന്നുള്ളത്. നമുക്കത് മെറ്റീരിയലൊക്കെ അപ്ലൈ ചെയ്ത് റെഡിയാക്കാം. അതിന് മുമ്പ് ഞാൻ 3Dയിൽ സെറ്റ് ചെയ്ത ക്യാമറ ഒന്ന് D5ലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ദെൻ ഈ വാട്ടർ ലെവലൊന്ന് കുറച്ചൊന്ന് ഹൈറ്റ് കൂട്ടി വെച്ച് ആ സ്റ്റെപ്പിന് മുകളിലേക്ക് വരുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് D5ലേക്ക് വരുമ്പം ഓക്കെ ആണ്. ഈ ലൈറ്റ് 3D ചെയ്തതാണ്. സോ നമുക്കിതൊന്നും ആവശ്യം, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ D5ലാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പോകുന്നത്. സോ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ക്യാമറയിലേക്ക് തിരിച്ച് വന്ന് നമുക്ക് അതിന് ഗ്രൗണ്ടൊന്ന് റെഡിയാകാം. സോ നമുക്ക് അവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ സ്കാട്ടർ ടൂളാണ്. സോ ഇതിൽ ഫ്രീ ആയിട്ട് വരുന്നൊരു ടൂൾ തന്നെയാണിത്. അത് പിക്ക് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ട്. മീൻസ് നമുക്ക് ഏത് പാത്തിലാണോ ഇത് വേണ്ടത്, മീൻസ് എവിടെയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക, തന്നെ ക്രിയേറ്റ് കൊടുക്കുക. ഇവിടെ സൈഡ് കാണാൻ പറ്റും നിങ്ങൾക്ക് ലോഡിങ് ആയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ നെറ്റ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ലോഡാകുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ സാധനം വന്നിട്ടുണ്ട്. ഇന്ന് ക്യാമറയിലേക്ക് തിരിച്ചു വന്നിട്ട് ഓക്കെ, നിങ്ങൾക്കിത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ അക്കരെ കാണാൻ പറ്റണ്ട. അതെന്താണെന്ന് വെച്ചാൽ റെൻഡറായി വരാത്തതിൻ്റെ പ്രശ്നമാണ്. സോ അത് നമുക്കിവിടെ സെറ്റിങ്ങിൽ ചേഞ്ച് ചെയ്ത് റെഡി ആവുന്നതേ ഉള്ളൂ. ഇവിടെ പ്രിഫറൻസിൽ വന്നു, അവിടെ റെൻഡറിങ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രിവ്യൂ കൾ ഡിസ്റ്റൻസ് ഉണ്ട്. അത് ഞാൻ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്, 1000ലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിലുള്ളത് ഫുള്ളായിട്ട് റെൻഡർ ചെയ്ത് തന്നെ കാണാൻ പറ്റും. ഞാനിത് ഓക്കെയാണ്. ജസ്റ്റ് ഒന്ന് ഓട്ടോ ലൈറ്റ് അത് നമുക്ക് റെഡിയാക്കാം. ഫൈനൽ ഔട്ടിൽ നമുക്ക് സൂര്യൻ പാത്തും സൺഷെയ്ഡൊക്കെ റെഡിയാക്കി വെക്കാം. ഞാൻ ഈ സെറ്റ് ചെയ്ത സ്കാട്ടർ എന്ന് ചിലതിൻ്റെ ഒക്കെ ഹൈറ്റ് കുറക്കുകയാണ്. ഇത് മീൻസ് ഡിപ്പെൻഡ് അപ്പോൺ യു. നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് ഇതിൻ്റെ ഒന്നും ഹൈറ്റ് ഇത്ര ആവശ്യമുള്ളതല്ല. ചില സ്ഥലത്ത് ഫുൾ ഫില്ലായി കാണണ്ടെന്നുള്ള രീതിയിൽ ചിലതിൻ്റെയൊക്കെ ഹൈറ്റ് ഞാൻ സെലക്ട് ചെയ്ത് കുറക്കുന്നുണ്ട്. ഇതിപ്പം വാട്ടർ എഫക്റ്റ് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ചേഞ്ച്. ജസ്റ്റ് കസ്റ്റം ഒന്ന് വാട്ടറിലേക്ക് മാറ്റിയപ്പോൾ തന്നെ അവിടെ ഒരു ഫുൾ വെള്ളത്തിൻ്റെ എഫക്റ്റ് കിട്ടി. ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡി ആക്കിയാൽ മതി. ഓക്കെ, തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. നമുക്കിതൊന്ന് ഫയൽ സേവ് ചെയ്യാം. ടോപ്പ് വ്യൂവിൽ വന്ന് നോക്കുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് നടുക്കായൊരു വാട്ടർ അങ്ങനെ മാത്രമാണ് വന്നിട്ടുള്ളത്. നമുക്കിതിന് ചുറ്റും മരത്തിൻ്റെ ഒരു സെറ്റാക്കാം. അതിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പാത്ത് ടൂളാണ് കേട്ടോ. കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ സെലക്ട് ചെയ്തു, അവിടത്തേക്ക് വരച്ചു. തന്നെ ആ പാത്ത് പിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏതൊക്കെ വെജിറ്റേഷനാണ് വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതുണ്ട്, പുതുതായിട്ട് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. സോ ഇതൊക്കെയാണെന്ന് തോന്നുന്നു. ദെൻ ഇതും മീൻസ് ഞാനിതൊക്കെ ആനിമേഷനുള്ള സാധനം കേട്ടോ ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ഐക്കൺ കാണാൻ പറ്റും. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡൈനാമിക് ഓൺലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുമാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മെഷിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ആ ഒരു ഐക്കൺ ഉള്ളതൊക്കെ നമുക്ക് ആനിമേഷൻ എഫക്റ്റ്, അതായത് വിൻഡ് എഫക്റ്റൊക്കെ കിട്ടുന്ന ഐക്കൺസ് മാത്രമാണ്. മീൻസ് അതില്ലാത്തതിന് ആ ഒരു ഐക്കണ് അവിടെ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ചിഹ്നം ഇവിടെ ഉണ്ടാകത്തില്ല. സോ ഇതിൽ നിന്ന് വേണ്ട സാധനങ്ങളൊന്ന് സെലക്ട് ചെയ്തൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ദെൻ അതവിടെ
കണ്ടൻറ്റിൽ ആഡ് ചെയ്യുക. എന്നാൽ ഡൗൺലോഡ് ആയിക്കോട്ടെ. നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേണം. സോ അവിടെ 3 ആയിട്ടുണ്ട്, അത് ഓക്കെയാണ്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഡെൻസിറ്റി എന്നുള്ള വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്താൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച മരങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ പാത്തിൽ ഫില്ലായിട്ട് വരും. സോ കുറച്ച് സ്ലോ ആണ് അത് വരുന്നത്. അത് മേ ബി എൻ്റെ സിസ്റ്റത്തിൻ്റെതാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഡെൻസിറ്റി വാല്യൂ ഒക്കെ കൂട്ടിയത് കൊണ്ടായിരിക്കാം. സോ ഒന്ന് ഫില്ലായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാണാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പം ആ ഒരു ഇതിൽ ആക്ച്വലി ഇത് അധികമാണ്. ദെൻ ആ റാൻഡം ഓപ്സെറ്റ് വാല്യൂ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ആ ഒരു ഓർഡറുള്ള ലൈനിൽ നിന്നല്ലാണ്ട് ഫുള്ളായിട്ടൊന്ന് ചിഹ്നിച്ചതിൽ നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ക്യാമറ വ്യൂ വരുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിൻ്റെ ഒരു ഹൈറ്റും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ദെൻ റാൻഡം സ്കെയിൽ നമുക്ക് എല്ലാത്തിനും സിമിലർ ആയിട്ടുള്ള ഹൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ അതിൻ്റെ ഒന്ന് കുറച്ചൊന്ന് ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റാൻഡം സ്കെയിൽ ഇതൊക്കെയാണ്. സീ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് റെഡിയാക്കുന്നത്. ഇനി നമുക്ക് മുമ്പിൽ, അതായത് നമ്മുടെ ഒരു സീനിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ആവും തോന്നുന്നു. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. ബി പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു ഇപ്പുറത്തെ സൈഡും അത് ചുറ്റും നമുക്ക് കുറച്ചൊരു ഫോറസ്റ്റ് സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് ഞാൻ പാത്ത് ടൂൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഒരു അവിടെ കുറച്ച് ഗ്ലാസും കാര്യങ്ങളൊക്കെ അതിലൊക്കെ കറക്റ്റ് ഒരു റിഫ്ലക്ഷൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. പാത്ത് വരക്കുന്നു, നമ്മൾ വേണ്ട മരങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നു.
ഇത് നമുക്ക് ഡിഫോൾട്ടായിട്ട് ഡിഫൈൽ തരുന്ന കുറച്ച് പ്രീസെറ്റുകളാണ്. നമുക്ക് HDRI ഒക്കെ വേണ്ട രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ തന്നെയുള്ളൊരു മീൻസ് നമുക്ക് കുറച്ച് എഫേർട്ട്ലെസ് ആയിട്ട് ഫൈനൽ ഔട്ട് എടുക്കാൻ ഇതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് ഇതിൻ്റെ വാല്യൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റും. സോ ഇതിൽ തന്നെ ജിയോ സ്കൈ കസ്റ്റം HDRI 3 ഓപ്ഷനാണ് വരുന്നത്. ഈ HDRI എന്നുള്ളത് നമുക്ക് ഡിഫോൾട്ടായിട്ട് ക്ലിയർ, സണ്ണി, ക്ലൗഡി 2, ഏർലി മോർണിംഗ്, മിഡ് ടൈം. മീൻസ് ഇത് നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഒരു ഔട്ട് എടുക്കാവുന്നതാണ്. ഇത് ഞാൻ മുമ്പ് ചെയ്ത് വെച്ചാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയായിരിക്കും ഞാനിപ്പം ഇതൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഞാൻ ഇവിടെ ഇത് യൂസ് ചെയ്യുന്നില്ല, ഇതൊന്നും ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. എനിക്ക് ഇതിനെക്കാട്ടിയും ബെറ്ററായിട്ട് ഇതിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന HDRIs ആണ് ഞാൻ ബെറ്ററായിട്ട് തോന്നുന്നത്. സോ ഞാൻ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഇതൊന്ന് വെച്ച് നോക്കുകയാണ്. പോരാ. സോ ഞാൻ ഇവിടെ തിരിച്ച് ജിയോ സ്കൈ തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു നോർത്ത് ഓപ്സൈറ്റ് വാല്യൂ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഇവിടെ ഞാനൊരു ബ്രഷ് ടൂൾ വെച്ചിട്ടാണ് ഞാനിത് ഇവിടെ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ബ്രഷ് പോകുന്ന രീതിയിലേക്ക് നമുക്ക് അവിടെ സെലക്ട് ചെയ്ത ആ ഒരു മെഷ് അവിടത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ക്യാമറ ആംഗിളിലേക്ക് വന്നിട്ട് 1-2 സ്ഥലത്തുകൂടി അതൊന്ന് ആഡ് ചെയ്യാം.
ഇവിടെ നമുക്ക് ഈ വാട്ടറിന് നമുക്ക് ഡിഫോൾട്ടായിട്ടൊരു മെറ്റീരിയലും കൂടെ വരുന്നത്, ജസ്റ്റ് അത് കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അതെങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാമല്ലോ. സോ അതിനെ ഞാനിപ്പോൾ ഇവിടെ മെറ്റീരിയൽ വന്നു, ഇവിടെ അതേഴ്സിൽ ബേസിക് മെറ്റീരിയലാണ് ഞാൻ നോക്കുന്നത്. കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് ഇവിടെ ബേസിക് വാട്ടർ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ഉണ്ട്. സോ അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അത് വേണ്ട, അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല വന്നിട്ടുള്ളത്. സോ അത് ഞാൻ ഒഴിവാക്കുകയാണ്. തിരിച്ച് ക്യാമറ വ്യൂയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇനി ഒരു വിൻഡോ ഒന്ന് ഓൺ ആക്കി കൊടുക്കാം കേട്ടോ. ഡൈനാമിക് ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കാറ്റിനനുസരിച്ചിട്ട് ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത്. ഇവിടെ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് അതിൻ്റെ റൂഫിലും കൂടി നമുക്ക് ആ ഒരു സ്കാട്ടർ എഫക്റ്റ് മീൻസ് ഗ്രാസ് വന്നിട്ടുണ്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു, അതൊന്ന് ചേഞ്ച് ചെയ്യണം എന്തായാലും. അതിന് മുമ്പ് ഞാൻ ഈ ഒരു ഫോക്കസ് ഒന്ന് ക്യാമറ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. സീ കണ്ടോ, ഇവിടെ ബിൽഡിങ്ങിൻ്റെ റൂഫിൽ ഈ ഒരു ചെടി അപ്പോഴായിട്ടുണ്ട്. അത് സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് വന്ന പ്രശ്നമാണ്. സോ നമുക്കതൊന്ന് 3D പോയിട്ട് അതൊന്ന് എഡിറ്റ് ചെയ്യണം. ഇവിടെ നല്ല മഴയാട്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് നോയ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ക്യാമറ ആംഗിൾ ഓക്കെ ആണ്. സോ നമുക്ക് ഇതൊന്ന് ക്യാമറയും കൂടി ഒന്ന് ആഡ് ചെയ്യാം. തിരിച്ച് 3D വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു റൂഫ് ഒന്ന് ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിനെ എഡിറ്റബിൾ പോളി ആക്കിയിട്ട് ഡിറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് മുകളിലത്തേത് പോയിട്ടില്ല, അത് ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഒന്ന് റീജനറേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. മീൻസ് ഇത് D5 ഫയലായിട്ടാണല്ലോ സേവ് ചെയ്യുക. സോ നമുക്ക് ആ ഒരു സ്കാട്ടർ ഫയൽ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ജനറേറ്റ് ചെയ്യാം. സോ അതിനെ സ്കാട്ടർ സെലക്ട് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് കൊടുത്തു. തിരിച്ച് ക്യാമറ വ്യൂയിലേക്ക് വന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സ് ഒന്നുകൂടെ വരികയാണ്. സ്കാട്ടർ സെലക്ട് ചെയ്തു, വേണ്ട പ്ലേസ് സെലക്ട് ചെയ്തു, ദെൻ ക്രിയേറ്റ് കൊടുത്തു. ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ലോഡായി കഴിഞ്ഞാലും നമുക്ക് ഇനിയിപ്പം അതിൽ ചില പ്ലാൻസ് ഒന്നും ആവശ്യം ഉണ്ടാകത്തില്ല, അതിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യണം. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ. സോ അതൊന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. നേരത്തെ കണ്ട ഒരു ഭംഗി മീൻസ് നേരത്തെ സെറ്റ് ചെയ്തത് എനിക്ക് അതിൻ്റെ വാല്യൂ ഓർമ്മയില്ലാത്തതുകൊണ്ട് തന്നെ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. സോ അതിൻ്റെ സ്കെയിൽ വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് കൊടുത്തു, അതിൻ്റെ സ്കെയിലിംഗ് ഒന്ന് 12 മാറ്റിയിട്ടുണ്ട്. ഓക്കെയാണ്. അധികം അതിൻ്റെ മുകളിൽ കളിക്കാത്തതാണ് ബെറ്റർ എന്ന് തോന്നുന്നു എനിക്ക്. സോ ഫയലൊന്ന് സേവ് ചെയ്യാം. ഇനി ഇതിൽ പുറകു വശത്തേക്ക് ഒരു വൈറ്റ് കളർ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. നമുക്ക് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാം. കോൺക്രീറ്റ് എഫക്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അപ്രൂവ് ചെയ്യാം. സോ അതെനിക്ക് വേണ്ടാന്ന് തോന്നി, അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അത് വൈറ്റ് തന്നെ നിന്നോട്ടെ. നമുക്ക് ഇതിന് പില്ലറിനൊരു
കുറച്ച് ഡാർക്ക് കളർ കൊടുക്കാം. കളർ റിസൾട്ട് ചെയ്തിട്ടുണ്ട്. സോ അതൊരു ഡാർക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ അതും ഫുള്ളായിട്ടാണ് കേട്ടോ മാറുന്നത്. അതൊക്കെ ഒറ്റ സെലക്ഷനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ചു ഡെക്കറേറ്റീവ് ഐറ്റംസ് ആഡ് ചെയ്യാം, കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്.
ഓക്കെ, അപ്പോൾ ഇത്രയും മതിയാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫൈനൽ ഔട്ട് എടുക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. സോ എക്സ്റ്റീരിയർ റെൻഡർ ചെയ്യാനുള്ള ഒരു ബേസിക് സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതല്ല എൻ്റെ അവതരണം കുറച്ചുകൂടെ ബെറ്റർ ആക്കണമെങ്കിൽ, മീൻസ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ധൈര്യമായിട്ട് കമൻറ്റ് പറയുക. സോ എനിക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കും. എനിക്ക് എൻ്റെ തെറ്റുകൾ തിരുത്താൻ പറ്റും അത് കണ്ടിട്ട്. സോ അടുത്ത വീഡിയോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. സോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, മീൻസ് ലാസ്റ്റ് വീഡിയോയിൽ കുറച്ചധികം ആൾക്കാർ ആനിമേഷൻ വീഡിയോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എന്തായാലും കവർ ചെയ്യുന്നതായിരിക്കും. ക്യാമറ സെറ്റപ്പ്, ഫുൾ റെൻഡറിങ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ.